പഠിക്കാൻ വേറെ ദേശത്ത് പോകുമ്പോൾ നമ്മൾ അവരെ യാത്രയായിരിക്കും. വളരെ ദുഃഖമാണ് പേരൻസിന്, സഹോദരങ്ങൾക്ക്. എങ്കിൽ കൂടിയും നമ്മളത് കാണിക്കാതെ ചെയ്യാനുള്ള ഉത്തരവാദിത്തം നമുക്കുണ്ട്. അതിനുവേണ്ടിയാണ് നാം ഇവിടെ കൂടിയിരിക്കുന്നത്. ആ ഉത്തരവാദിത്തം ചർച്ച് മെമ്പേഴ്സ് വളരെ ഉത്തരവാദിത്തത്തോടെ നടത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടാതെ തന്നെ വന്നിരിക്കുന്ന എല്ലാവരും ഞങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ഇതിന് അവർക്ക് ഫെയർവെല്ലായിട്ട് കൊടുക്കുന്ന സന്തോഷത്തിൽ ഞങ്ങളുടെ കൂടെ പങ്കുചേരുന്നതിനുമായിട്ട് ഞാൻ എല്ലാവരെയും ക്ഷണിച്ചുകൊള്ളുകയാണ്. ഞാനൊരു വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ മനസ്സിൽ യേശുക്രിസ്തുവിന് 12 വയ്യ, ഓട്ടം നിർത്തി, ഇതെൻ്റെ സെറ്റിലാവേണ്ട കൺട്രിയാണ്. പക്ഷേ പിന്നെ ഒരിക്കൽ അങ്ങനെ പറഞ്ഞു എനിക്ക് കഴിഞ്ഞ വർഷത്തെ ഒരു ന്യൂ ഇയർ പ്രയറിൽ ഒരു പാസ്റ്റർ പറഞ്ഞു, അടുത്ത വർഷം താനിവിടെ ഉണ്ടാവില്ല എന്നുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ട്രൈ ചെയ്താലും ഇല്ലെങ്കിലും അദ്ദേഹം വേറൊരു ദേശത്തേക്ക് പോകുമെന്നുള്ളത് ദൈവത്തിന്റെ ആലോചനയാണ്. കറക്റ്റാണ്. 31 തീയതി രാത്രി അദ്ദേഹം ഫ്ലൈറ്റിലാണ്, ഓസ്ട്രേലിയയിലെ ഫ്ലൈറ്റിൽ. അടുത്ത പുതുവർഷം അദ്ദേഹം ഓസ്ട്രേലിയയിലാണെന്നാണ് നാം അറിഞ്ഞിരിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ ആലോചന പ്രകാരം അദ്ദേഹം ഓസ്ട്രേലിയയിലേക്ക് പോവുകയാണ്. കാരണം ഇവിടെ വളരെ നല്ല ജോലിയൊക്കെ വന്നിരുന്നു. ഒരു ആത്മീയൻ ഉള്ളപ്പോൾ കടന്നു വരുമ്പോൾ സന്തോഷമുണ്ട്, പോകുമ്പോൾ ദുഃഖമുണ്ട്. അദ്ദേഹം ഒരു തികഞ്ഞ ആത്മീയനാണ്. കുട്ടികൾ ഉൾപ്പെടെ, ഫാമിലി ഉൾപ്പെടെ, ഈ സഭയിലെ ഈ ഇരിക്കുന്ന എല്ലാവർക്കും അദ്ദേഹം പോകുമ്പോൾ ദുഃഖമാണ്, അദ്ദേഹം കുടുംബത്തോട്ട് വരുമ്പോൾ സന്തോഷമാണ്. അതൊരു തികഞ്ഞ ആത്മീയനാണെന്ന് ഞാൻ അദ്ദേഹത്തെ ഉറച്ച് വിശ്വസിക്കുന്നു. പിന്നെ കുടുംബം ഒത്തിരി അധികം ഞങ്ങൾ ഒത്തിരി പേഴ്സണലായിട്ട് പറഞ്ഞാൽ ഒത്തിരി പരീക്ഷകളിലൂടെയൊക്കെ വന്ന് കോമ്പറ്റൻസി ഒക്കെ കൂടെ നിന്ന ഒരു സഹോദരൻ. ഇപ്പോഴാണ് ഷൈൻ ബ്രദർ എന്ന് വിളിക്കുന്നത്. ഷൈൻ എന്നാണ് ഞങ്ങൾ ആദ്യം വിളിച്ചുകൊണ്ടിരുന്നത്. അത് അന്നൊക്കെ ഉണ്ടായിരുന്നു പേഴ്സണലായിട്ട്. അത് എന്നെ സംബന്ധിച്ച് ഞങ്ങൾ കൂടെ വന്ന 3-4 പേരെ സംബന്ധിച്ചൊക്കെ വളരെ ദുഃഖമുള്ളൊരു കാര്യമാണ്. എങ്കിലും അദ്ദേഹത്തിന്റെ ഫെയർവെൽ പാർട്ടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഓസ്ട്രേലിയയുടെ ദേശത്ത് ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ. പുതിയൊരു സഭയായിട്ട് അവിടെ പുതിയൊരു തിരുനാളം കൊടുക്കുന്നതിനായിട്ട് അദ്ദേഹത്തെ ഹാർദവമായി ദൈവം അങ്ങോട്ട് വിടുന്നതിൽ നമ്മുടെ എല്ലാവരുടെയും സന്തോഷത്തോടുള്ള യാത്രയപ്പിൽ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്നതിൽ നന്ദി അറിയിക്കുന്നു. ഇനി നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാവുന്നതാണ്. പ്രാർത്ഥിക്കുന്നതിനായി ചർച്ചിന്റെ ലീഡറായ നമ്മളുടെ ജോർജ് ബ്രദറിനെ ക്ഷണിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഈ അനുഗ്രഹമായ എല്ലാവർക്കും എൻ്റെ സഭയുടെയും സ്നേഹവന്ദനം അറിയിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഹല്ലേലൂയ കൂടിച്ചേർന്ന് ദൈവം ഒരുക്കിയ ആ സഭയിൽ ഹല്ലേലൂയ ഇന്ന് കൂടിയായിരിക്കാൻ ദൈവം ഇടയാക്കിയതിനായി ഓർത്തു സ്തോത്രം ചെയ്യുന്നു. വളരെയേറെ ആത്മിക ചിന്താഗതിയോട് ദൈവം ഒരുക്കും എന്ന വിശ്വാസത്തോട് ഷൈൻ ബ്രദർ ആ വിഷയത്തിന്മേൽ നിൽക്കുകയും ദൈവം ആ വിളിക്ക് ഉത്തരമായി ഇന്ന് ഞങ്ങൾ ഇവിടെ കൂടി വരുന്ന ഈ സഭ ഇവിടെ ദൈവം തിരികെയും ചെയ്തു. പ്രതിയാൽ ഹല്ലേലൂയ. ഞങ്ങൾ കുറച്ച് കുടുംബങ്ങളെ ഇവിടെ ഉള്ളെങ്കിലും വലിയൊരു ദൈവിക ആത്മിക തലത്തിൽ നിൽപ്പാൻ ദൈവം ഇടയാക്കി. വളരെയേറെ പ്രയാസമുണ്ട് സഭയ്ക്ക്. പക്ഷേ ഹല്ലേലൂയ സ്വന്തം വളരെയേറെ വിഷമത്തോടാണ് പറയുന്നത്. പക്ഷേ ഹല്ലേലൂയ വിശ്വാസത്തോട് ഹല്ലേലൂയ അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ സ്വന്തം ദേശവും ബന്ധുക്കളെയും ഒക്കെ വിട്ട് ദൈവം പറഞ്ഞ ദേശത്തേക്ക് യാത്രയായിരുന്നു. ഹല്ലേലൂയ. അതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ. ഈ ദേശത്ത് ഷൈൻ ബ്രദറിന്റെ പ്രവർത്തനം കഴിഞ്ഞു. ദൈവത്തിന് ഷൈൻ ബ്രദറിനെ കൊണ്ട്, കുടുംബത്തിനെ കൊണ്ട് വലിയൊരു പ്രവർത്തനം ഹല്ലേലൂയ. ഓസ്ട്രേലിയ നമ്മുടെ പറഞ്ഞ പോലെ ഓസ്ട്രേലിയയുടെ ദേശത്ത് ദൈവത്തിന് പ്രവർത്തിക്കാൻ അവിടെ അനേക കുടുംബങ്ങളെ കൂട്ടിച്ചേർക്കാറുണ്ട്. ദൈവത്തിന്റെ പദ്ധതിക്കായി ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. വാഗ്ദത്ത പ്രകാരം ദൈവത്തിന്റെ വിളിക്ക് ഇറങ്ങി തിരിച്ച് അതിൽ മടിപ്പ് കൂടാതെ പുറത്തോട്ട് തിരിഞ്ഞു നോക്കാതെ അതിന് കാലുവെച്ച ധൈര്യപ്പെട്ട ഹല്ലേലൂയ ഹല്ലേലൂയ ഷൈൻ ബ്രദറിനെയും കുടുംബത്തെയും ഈ അവസരത്തിൽ പ്രതിയാൽ ഞാൻ ഹല്ലേലൂയ ദൈവത്തിന്റെ നാമത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. സഹോദരങ്ങൾ ഒത്തൊരുമിച്ച് വസിക്കുന്ന എത്ര ശുഭവും എത്ര മനോഹരമാകുന്നതാണ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ഒരുമിച്ച് കൂടി ഹല്ലേലൂയ ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും അവരുടെ യാത്രയപ്പിന്റെ ശുശ്രൂഷയിൽ പങ്കാളികളാനും നമ്മളെ ഓരോരുത്തരും ദൈവം ഇടയാക്കിയല്ലോ. ഈ അവസരത്തിൽ കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും ഞാൻ ഹല്ലേലൂയ ഈ സഭയുടെ പേരിലും ഈ സഭയുടെ ശുശ്രൂഷൻ എന്ന നിലയിലും ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ. നമുക്ക് It's a great day to praise the Lord. It's a great
day to praise the Lord. It's a great day to praise the Lord. Walking in the light of God. Walk, walk, walk in the light. Walk, walk, walk in the light. Walk, walk, walk in the light. Walking in the light of God. It's a great day to serve the Lord. It's a great thing to serve the Lord. It's a great thing to serve the Lord. Walking in the light of God. Walk, walk, walk in the light. Walk, walk, walk in the light. Walk, walk, walk in the light. Walking in the light of God. It's a great day to love the Lord. It's a great day to love the Lord. It's a great day to love the Lord. Walking in the light of God. Walk, walk, walk in the light. Walk, walk, walk in the light. Walk, walk, walk in the light. Walking in the light of God. സീനിയർ മെമ്പറായ മനോജ് ഗവർണർ സ്റ്റേജിലേക്ക് ക്ഷണിച്ചോളൂ. Praise the Lord. Hallelujah. എല്ലാവരും സന്തോഷമായിരിക്കും വിശ്വസിക്കുന്നു. നമ്മുടെ കരങ്ങളെ സ്തോത്രം ചെയ്യാം. ഹാലലുയ്യ. ഞാൻ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെയൊരു അവസരം ദൈവം നമുക്ക് ഈ ദേശത്ത് ഒരുക്കി ഓർത്ത് സ്തോത്രം ദുഃഖകരമാണെങ്കിലും സ്തോത്രം കുറേ അനുഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇതൊക്കെ ഒരു മുഖാന്തരമായി തീർന്നു. ഷൈൻബേറിനെ 2022 മുതലാണ് ഞാൻ പരിചയപ്പെടുന്നത്. ഹല്ലേലൂയ. അന്ന് മുതൽ സ്തോത്രം തൻ്റെ മറ്റുള്ള എല്ലാ പ്രവർത്തനങ്ങളെക്കാട്ടിലും ആത്മീയ ജീവിതത്തിൻ്റെ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള തൻ്റെ താല്പര്യവും ഉത്സാഹവും കണ്ട് ഹല്ലേലൂയ പലപ്പോഴും നമുക്ക് സന്തോഷിക്കുവാനും അത് മാതൃകയാക്കുവാനും പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം താൻ എടുത്തിരിക്കുന്ന തീരുമാനങ്ങളിലൊക്കെ ഉറച്ചു നിൽക്കുവാനും സ്തോത്രം ചെസ്റ്ററിലായിരുന്നപ്പോൾ തന്നെ അവിടുന്ന് ഇങ്ങനെ ഈ ദേശത്തേക്ക് ഇങ്ങനൊരു സഭ വേണമെന്നുള്ളൊരു കാഴ്ചപ്പാടിൻ്റെ സ്തോത്രം അതിൻ്റെ ഫലമായിട്ട് ഇങ്ങനെ ഈ ദേശത്തൊരു സഭ ഉണ്ടാകുവാനിടയായി. നമുക്കൊക്കെ വന്ന് ചേരുവാനിടയായി. തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ സ്തോത്രം ഷൈൻബേറിനെ പറ്റി ഓർക്കുമ്പോൾ ഒറ്റ വാക്കിൽ എനിക്ക് കാണാൻ കഴിയുന്ന യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 47 നദനയേലിനെ വിളിക്കുവാനായി ഫിലിപ്പോസ് കടന്നു ചെല്ലുമ്പോൾ ഫിലിപ്പോസ് നദനയേലിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. മോശയും പ്രവാചകന്മാരും കണ്ടെത്തിയ ആ ക്രിസ്തുവിനെ ഞാൻ കണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ നദനയേൽ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? അപ്പോൾ അതിനകത്ത് ഫിലിപ്പോസ് പറയുന്ന മറുപടിയുണ്ട്, വന്ന് കാണുക എന്ന് പറഞ്ഞതുപോലെ അനേകരെ വന്ന് ഈ ആലയത്തിൽ കൂട്ടിച്ചേർക്കുവാനുള്ളൊരു കൃപ തൻ്റെ മേൽ പകർന്നിട്ടുണ്ട്. സ്തോത്രം പലരെ കൂട്ടി വരും. കൂടുതലൊന്നും പറയത്തില്ല, വാ വരിക, അല്ലെ നന്മ വരുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ പറയും വന്നാൽ വളരെ അനുഗ്രഹമാണ്, വിടുതലാണ്, നമ്മളെ ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടി പല കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ ഇട്ട് ചിലപ്പോൾ പറയും. എന്നാൽ ഷൈൻബേറെ സംബന്ധിച്ചോളം നമ്മളെ ചിരിച്ചുകൊണ്ട് ആ ചിരിക്കുന്ന മുഖത്തോടുകൂടി ക്ഷണിക്കുന്ന അനുഭവങ്ങളാണ് പലരും ഈ സഭയിലും ദൈവസന്നിധിയിലും ഒക്കെ കൂട്ടിച്ചേർക്കുവാനിടയായി തീർന്നത്. ദൈവവചനത്തിൽ കാണുന്നത് പോലെ ദൈവിക കാര്യങ്ങൾക്ക് എടുത്ത തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കുവാൻ കഴിഞ്ഞു. പ്രാർത്ഥനകളാണേലും 5 മണിക്കത്തെ പ്രാർത്ഥന ഇന്നുവരെയും അത് മുടങ്ങാതെ താൻ ചെയ്യുന്നു. ഇപ്പോൾ ശാന്തപൂർവ്വമൊക്കെ അത് ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പല കാര്യങ്ങളും സഭയുടെ നമ്മൾ പലപ്പോഴും അറിയുന്നില്ല. സഭയിൽ ഇവിടെ കടന്നു വരുമ്പോൾ ഈ കസേരകളെല്ലാം നിരത്തി അതെല്ലാം മടക്കി വെക്കേണ്ടതെല്ലാം മടക്കി വെച്ച് ഉള്ളപ്പോൾ അതിൻ്റെ വില പലപ്പോഴും നമ്മൾ മനസ്സിലാക്കത്തില്ല. അതുകൊണ്ടാണ് വചനത്തിൽ കർത്താവ് തന്നെ പറയുന്നുണ്ട്, പരീക്ഷന്മാരൊക്കെ കർത്താവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇവരെന്തുകൊണ്ട് ഉപവസിക്കുന്നില്ല? ഇപ്പൊ കർത്താവ് പറയുന്നുണ്ട്, മണവാളൻ ഉള്ളപ്പോൾ അതിന്റെ ആവശ്യമില്ല. മണവാളൻ പിരിയുന്ന ഒരു സമയമുണ്ട്. പിരിയുന്ന ഒരു സമയത്ത് അവർ ആ കാര്യങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞതുപോലെ ഒരു പ്രാവശ്യം നോബി സിസ്റ്റർ പറഞ്ഞതുപോലെ തൻ്റെ
പിതാവ് ചെയ്തുകൊണ്ടിരുന്ന പ്രാർത്ഥനകൾ, താൻ ആ പ്രാർത്ഥനയിൽ നിന്ന് മാറേണ്ട ഒരു സാഹചര്യം വന്നപ്പോഴാണ് മനസ്സിലായത് അതിന് എത്രത്തോളം പ്രാധാന്യം ഉണ്ടായിരുന്നു, അത് ഏറ്റെടുക്കുവാൻ തക്കവണ്ണം ഇടയായി. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ എല്ലാം ജീവിതത്തിൽ പിരിയുന്ന അനുഭവങ്ങളുണ്ട്. നമ്മളൊരു അമ്മയുടെ വയറ്റിൽ ഉരുവാകുന്ന സമയത്ത് ആ ഉരുവായതിന് ശേഷം, പിണ്ടാകാരമായതിനു ശേഷം പിന്നെ അത് വളർന്നു വന്നിട്ട് അമ്മയുടെ പൊക്കിക്കുടിയുമായിട്ടൊരു ബന്ധമുണ്ട്. അത് കഴിഞ്ഞൊരു പിരിച്ചിലുണ്ട്. അതുമായിട്ട് വിട്ടുപിരിയും. പിന്നെ കുഞ്ഞുങ്ങൾ വളർന്നു വരും. പിന്നെ കുഞ്ഞുങ്ങൾ പഠനത്തിലേക്കൊക്കെ പോയി, അങ്ങനെ അതൊരു പിരിച്ചിലുണ്ട്. അതിനുശേഷം അവർ വിവാഹത്തിലേക്ക് പോകുമ്പോൾ ഒരു പിരിച്ചിലുണ്ട്. അത് കഴിഞ്ഞ് മക്കളെ അപ്പനെയും അമ്മയും വിട്ട് പിരിയുന്ന ഒരു പിരിച്ചിലുണ്ട്. ഓരോ ആമേൻ സ്തോത്രം ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെല്ലാം പിരിയുന്ന അനുഭവങ്ങളുണ്ട്. നമ്മൾ ജോലി ചെയ്യുന്ന അനുഭവങ്ങളിലാണെങ്കിലും എല്ലാം പിരിയുന്ന അനുഭവങ്ങളുണ്ട്. അതൊക്കെ ഏറെ ദുഃഖകരമാണ്. എന്നാൽ അതിലപ്പുറമായിട്ട് തന്നെ ഏൽപ്പിച്ചത് വിശ്വസ്തയോട് ചെയ്യുവാൻ, ഈ ദേശത്ത് ഏൽപ്പിച്ചത് വിശ്വസ്തയോട് ചെയ്യുവാനും, അടുത്ത ദേശത്തേക്ക് താൻ ദൈവം വഴിയൊരുക്കുമ്പോൾ ഈ ദേശത്ത് കർത്താവ് എന്ത് ഏൽപ്പിച്ചോ അതിൽ വിശ്വസ്തരായിരിക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇതാണ് നമ്മൾ ജീവിതത്തിൽ മാതൃകയാക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിലെ പോരായ്മകളെ, ബലഹീനതകളെ എവിടെ തിരുത്താൻ പറ്റുമോ, മറ്റുള്ളവരിൽ കാണുമ്പോൾ എങ്ങനെ തിരുത്താൻ പറ്റുമോ അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. അതുതന്നെയാണ് കർത്താവ് അവരോട് പറയുന്നത്. മണവാളൻ പിരിയുന്ന സമയത്ത് അതുപോലെ തന്നെ പറയുന്നുണ്ട്, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയായിരിക്കും, ചത്തുവെങ്കിലോ വളരെ ഫലം കായ്ക്കും. ഒരാൾ മാറുമ്പോൾ ദൈവം അത് മാതൃകയാക്കി കണ്ടു പഠിക്കുവാൻ ചിലരെ ഏൽപ്പിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഷൈൻബർഗ് മാറുന്നത് വളരെ ദുഃഖകരമാണ്. എങ്കിലും വലിയൊരു ദൗത്യം ഈ സഭയുടെ മേൽ ഏൽപ്പിച്ചിട്ടാണ് താൻ മാറുന്നത്. ഹല്ലേലൂയ. മറ്റുള്ളവരെ ആ ചുമതലകളെല്ലാം ഏൽപ്പിച്ചു, ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം മറ്റുള്ളവരെ ഏൽപ്പിച്ചു. ഇപ്പോൾ ആമേൻ സ്തോത്രം ജോർജ് ബെർലൂഡിന്റെ ലീഡർഷിപ്പിൽ ഈ സഭയെ മുന്നോട്ട് നയിക്കുവാൻ തക്കവണ്ണം എല്ലാ കാര്യങ്ങളും ചുമതലപ്പെടുത്തി. അതുകൊണ്ട് ഹല്ലേലൂയ ജീവിതത്തിലെ ആമേൻ മറ്റുള്ളവരെ സൽക്കരിക്കുന്നതിലാണെങ്കിലും മറ്റുള്ളവരെ സ്വീകരിക്കുന്നതിനാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലും 2 ആഴ്ച മുമ്പ് എന്നോട് പറഞ്ഞു, എൻ്റെ വീട്ടിലേക്ക് ഒരു 4-5 പേര് വരുന്നുണ്ട്, താമസിക്കുക, നീ പോരെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എങ്ങനെ ഇത് സാധിക്കുന്നു? നമ്മളൊക്കെ പറയുകയാണെങ്കിൽ ഭാര്യ എപ്പുറത്തൊരു ചവിട്ട് തരും, എരിഞ്ഞുള്ളു തരും, എടുക്കരുത്, എന്തോ മനുഷ്യ എന്തോ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അവർ രണ്ടുപേരും ആ കാര്യത്തിൽ ഒരുപോലെ ഒന്നിച്ച് അഭിപ്രായം. അപ്പൊ അതൊക്കെ ഈ ഒരു സാഹചര്യം, ഈ പോകുന്ന തിരക്കിനകത്ത് അങ്ങനെയൊക്കെ വന്നോ താമസിച്ചോ, വലിയ സൗകര്യങ്ങൾ ഉണ്ടായിട്ടല്ല, ഉള്ള സാഹചര്യങ്ങളില് അവരെ വിളിക്കുവാനും ക്ഷണിക്കുവാനും അവർക്ക് വേണ്ടത് ഉള്ളത്. നമ്മൾ വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ എന്തോ ഉണ്ടോ ആ ചിരിക്കുന്ന മുഖത്തോട് ഒരിക്കൽ പോലും ഒരു ആമേൻ സ്തോത്രം മുഖം, ആമേൻ സ്തോത്രം ഒരു ചിരിയില്ലാത്ത മുഖമല്ലെന്ന് എന്റെ കാണുന്നു. എപ്പോഴും സന്തോഷത്തോടെ നമുക്ക് ഉള്ളത് തന്ന് നമ്മളെ തൃപ്തിപ്പെടുത്തി സന്തോഷത്തിൽ പറഞ്ഞയക്കുന്ന, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ വചനം പറയാൻ എളുപ്പമാ, ആമേൻ സ്തോത്രം പല കാര്യങ്ങളും നമുക്ക് പറയാനെടുക്കും, പക്ഷെ ജീവിതത്തിൽ പ്രവൃത്തിയിൽ അത് കാണിക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഹല്ലേലൂയ താൻ കാണിച്ചു തന്നത്, ഹല്ലേലൂയ സ്തോത്രം, കർത്താവ് ഏൽപ്പിച്ചത് വിശ്വസ്തയോട് ചെയ്യുവാൻ തക്കവണ്ണം, ഈ ദേശത്ത് തന്നെ ഏൽപ്പിച്ചത് വിശ്വസ്തയോട് ചെയ്യുവാൻ തക്കവണ്ണം ഇടയാക്കി. തുടർന്നും ഓസ്ട്രേലിയയുടെ ദേശത്ത് ദൈവം തന്നെ എന്താണോ ഏൽപ്പിച്ചിരിക്കുന്നത് അത് ആ സമയത്ത് ദൈവം തന്നിലൂടെ പ്രവർത്തിക്കും. ശുശ്രൂഷയുടെ മേഖലകളിലാണെങ്കിലും മറ്റ് ജോലിയുമായി ബന്ധപ്പെട്ടാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഒന്നറിയുന്നു, ദൈവം അറിയാതെയല്ല ഒന്നും സംഭവിക്കുന്നത്, ദൈവത്താലാണ്. അതുകൊണ്ട് ആമേൻ സ്വതന്റെയും കുടുംബത്തിന്റെയും പേരുള്ള എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും ഈ തരുണത്തില് അർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരുന്നു കൊള്ളുന്നു. ദൈവമായ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി പറയുന്നു. അദ്ദേഹം പറഞ്ഞതെല്ലാം വളരെ സ്പഷ്ടവും കറക്റ്റായ കാര്യങ്ങളാണ്. ഒത്തിരി പറയാനുണ്ട്, സമയക്കുറവ് മൂലമാണ് എല്ലാവരും ഷോർട്ടായിട്ട് വെച്ചിരിക്കുന്നത്. അടുത്ത് നമ്മൾ ഗസ്റ്റ് ആയിട്ട് പറയാനുണ്ടെങ്കിൽ പറയാവുന്നതാണ്. ഷൈൻബർഗ് ഫാമിലിയെ കുറിച്ച് Good afternoon, church. First of all, thank you for the opportunity that was given to me to speak regarding Shine and their family. It's a great immense pleasure, that I have met Shine Brother. In regard of before we met, I just have few incident to tell. Like the first time when I hear his name, that was through my wife's phone. Just when they got their visa to UK, I just saw the message like Shine Baby calling. That time I was asking who is this Shine Baby, but the name is totally different.
and we were laughing. And the thing is, we were on the way to some passport center like things. So from there, I just heard his name, and by in person, I met him when we first landed in UK. Because before that, we didn't got our house key, and when the first time Shelby was asking, my family is coming, where to stay, and he just opened his hand. He told, you can come anytime, you can stay in our home for any days, no problem at all. And when we landed here, we just landed to Shine Brothers home. And I still remember that day is July 13, and that's the first day we landed in UK. So from here, from that time, I know him personally and as a family member. He is really a good person, good human being, and more than that, he is very kind, warm, and there's no words to explain. Really, from that moment, we stayed there for 3 days, and then we moved to our home. But the moment he never ever put his head down, he always keeps his face smile by means of, if I call him at any time, he was very good, brother, what do you want? Just tell me, I will be there for you. So that's the moment really I perished I didn't meet anyone this open hearted, there is no murmuring, nothing to tell about, anything. Just if you need anything, just come, just we will have a talk, anytime. And even with food, if you just ask, brother, shall we have something? Yeah, come, we will cook. That's the kind of the family they are. Really, we will miss you, but we will still be in touch. I hope, I just don't want to elaborate this speech. I will just close this speech by giving you a small Bible words. From Joshua 1:9, have I not commanded you, be strong and courageous, do not be afraid. Do not be discouraged, for the Lord your God will be with you wherever you go. And I wish all the best for your new adventure. Shine Brothers, Lida, Eva, Sarah, happy journey. Thank you for the time, church. Thank you so much. I have more things to tell, but I'm just concluding here. Anyhow, we will be having a separate speech. Thank you for the time, church. Thank you. ബ്ലെസ്സിങ്ങിന്റെ നല്ല എക്സ്പീരിയൻസിന് നന്ദി പറയുന്നു. പറഞ്ഞവരെ എല്ലാവർക്കും ഒത്തിരി പറയാനുണ്ട്. ഈ പറഞ്ഞ ഞങ്ങളെയൊക്കെ വിട്ടിട്ട് ഈ ഓസ്ട്രേലിയയിലേക്ക് പാമ്പിനെ പിടിക്കാൻ എന്തിനാ പോകുന്നതെന്നാണ് ഞങ്ങൾ വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ പോകണം, വിസ അടിച്ചേ പറ്റുള്ളൂ. ഇനി അവരെ ഫാമിലിയായിട്ട് ബ്ലെസ് ചെയ്യണം. അതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് ജോസ്നയുടെ ഒരു പാട്ട് കേൾക്കാവുന്നതാണ്. എന്നെ നടത്തും
2 വാക്ക് പറയാനുണ്ട്. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഈ വിശുദ്ധ തൽക്കാലം പ്രിയ ഷൈൻബ്രദറിൻ്റെ കൂടെയുള്ള ബന്ധത്തിൽ നമ്മൾ കടന്നു വന്നിരിക്കുന്നു. അപ്പം എന്നേക്കാളും മുമ്പിൽ പറഞ്ഞ ഇതിൽ കൂടുതൽ എനിക്ക് ഒന്നും പറയാനില്ല. പ്രിയ ഒരു ചർച്ച് മെമ്പറല്ല, ഒരു സഹോദരൻ കടന്നു പോകുന്ന ഒരു വേദനയോടെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ സഭയുടെ വളർച്ചയ്ക്ക് ആദ്യം മുതൽ തന്നെ വളരെ മുൻതൂക്കം തരികയും അതിൻ്റെ പുറകിൽ കൃത്യമായി പ്രവർത്തിക്കുകയും ചെയ്യാൻ വേണ്ടി ദൈവം നിർദാസനെ സഹായിച്ചു. അതുപോലെ തന്നെ സഭയുടെ സാമ്പത്തിക കാര്യങ്ങൾ എന്നെക്കാളും കൂടുതൽ കൃത്യമായി അത് പറയുവാൻ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയൊക്കെ ദൈവം നിൻ്റെ മകനെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ ഓർക്കുകയാണെങ്കിൽ കൃത്യമായി നമ്മുടെ ഈ സഭയുടെ ഓരോ കാര്യങ്ങൾ, അതായത് ഈ ചർച്ചിൽ റെൻ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എന്നെക്കാളും മുൻപിൽ ഒരു ദിവസം മുമ്പേ വേണ്ടി അത് ചെയ്യാനൊക്കെ ദൈവം സഹായിച്ചിട്ടുണ്ട്. കടന്നു പോകുമ്പോൾ ഏത് മേഖലയിലായാലും ദൈവം നിന്റെ മക്കളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വീണ്ടും സകല സങ്കടകേറിയ വാക്കുകൾ ഞങ്ങളെയും വേദനിപ്പിക്കുന്നു. നമുക്ക് സ്റ്റേജിലേക്ക് അവരെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഷൈൻ ബ്രദർ ലിഡയും മുമ്പിലേക്ക് കടന്നു വരണം. എല്ലാവർക്കും ഒന്ന് കൈയടിക്കാം. ദുഃഖമൊക്കെ ഉണ്ട്, പക്ഷേ അവർക്ക് 2 പേർക്കും ചെറിയ പൊക്ക കൊടുത്ത് സ്വീകരിക്കുന്നതിനായിട്ട് ചർച്ച് മെമ്പറായ സിസ്റ്റർ ബ്ലെസ്സിയെയും സിസ്റ്റർ സിനുവിനെയും മുമ്പിലേക്ക് ഫ്രണ്ടിലേക്ക് ക്ഷണിക്കുകയാണ്. സൈഡ് അടുത്തതായിട്ട് സേറയും ഇവയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. മക്കൾ 2 പേരും ഫ്രണ്ടിലേക്ക് വരണം. സിസ്റ്റർ സോണിയും സിസ്റ്റർ ഷെറിനെയും അതിനായിട്ട് മക്കളെ 2 പേരും പൊക്കം കൊടുത്ത് സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നതിനായിട്ട് അവരെ ക്ഷണിക്കുന്നു. താങ്ക് യു ചർച്ച് മെമ്പേഴ്സ്. ഇനി നമ്മുടെ ചർച്ചിന്റെ ഒരു ഹാർട്ട് മെമ്പർ ഷൈൻ ബ്രദറിന് ചർച്ചിനെ സംബന്ധിച്ച് ഈ റെക്സത്തിലെ UK ലൈഫിനെ കുറിച്ച് 2 വാക്ക് പറയുന്നതിനായിട്ട് ക്ഷണിക്കുകയാണ്. തന്റെ എക്സ്പീരിയൻസ് ഇവിടെ ഷെയർ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. എല്ലാ ദൈവമക്കൾക്കും വേണ്ടി വരുവാനിരിക്കുന്ന ക്രിസ്തു യേശുവിൻ്റെ നിസ്തുല്യ സ്നേഹനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിച്ചു കൊള്ളുന്നു. എല്ലാ നല്ല വാക്കുകൾക്കും ദൈവം പ്രതിഫലം നൽകട്ടെ. നല്ല വാക്ക് വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങ പോലെ തക്ക സമയത്ത് പറയുന്ന വാക്ക്. ഹല്ലേലൂയ. തീർച്ചയായിട്ടും ഞാൻ ഏകനായിട്ട് വിശ്വാസി വന്നതാണ്. ബാക്ക്ഗ്രൗണ്ട് ഓഫ് റോമൻ കാത്തലിക്, എക്സ് സെമിനാരിയനാണ്. 6 ഇയേഴ്സോളം ഞാൻ വൈദിക പഠനത്തിന് വേണ്ടി കേരളത്തിലും നോർത്ത് ഇന്ത്യയിലും മിഷൻ രൂപതയ്ക്ക് വേണ്ടി ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അതിനുശേഷം എനിക്ക് എൻ്റെ അമ്മയും സഹോദരന്മാരും കൂടുതലും എൻ്റെ ചർച്ച് മെമ്പേഴ്സായിരുന്നു. വ്യത്യസ്ത ജില്ലകളിൽ നിന്ന് വന്നതാണെങ്കിലും ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മളൊക്കെ രക്തബന്ധം ഉള്ളതുകൊണ്ടാണ് ഇത്ര വിഷമം എനിക്ക് എന്തോ തോന്നുന്നുണ്ട്. ഐ ഹാവ് നോട്ട് സീൻ മൈ ബ്രദർ ഫോർ ലോങ് ടൈം, മൈ സിസ്റ്റർ ഫോർ സെർട്ടൻഡ്. വല്ലപ്പോഴും മാവേലി വന്ന് കാണുന്ന പോലെ അവരെ കണ്ടിട്ടുള്ളെങ്കിലും എൻ്റെ കൂട്ടു സഹോദരങ്ങളും
ഏറ്റവും കൂടുതൽ ഞാൻ സമയങ്ങൾ സ്പെൻഡ് ചെയ്തിരിക്കുന്നത് എൻ്റെ ചർച്ചിലെ മെമ്പേഴ്സിനോടായിട്ടാണ്. എവിടെയായിരുന്നാലും എവിടെയായാലും തീർച്ചയായിട്ടും അത് നൽകുന്ന ഒരു സന്തോഷം അതിലുപരി വളരെ നല്ലതാണ്. എക്സാമില് കടന്നു വരുമ്പോൾ ആൽപ്രിയ ജീവൻ പാസ്റ്റർ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ടാണ് ചെസ്റ്ററിൽ ഞങ്ങൾ കൂടി ആലോചിച്ചത്. അവിടെ ആയിരുന്നപ്പോഴൊക്കെ ഒരു ആത്മീയ സന്തോഷം ദൈവം നൽകി. ദൈവം നടത്തിയ വൻ കൃപയ്ക്കായിട്ട് ഞാൻ നന്ദി പറയുന്നു. വിശ്വസ്തയോടെ നിൽപ്പാൻ എത്രത്തോളം കഴിഞ്ഞു എന്നറിയത്തില്ല. ഒത്തിരി പോകുമ്പോൾ ഷോ എനിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ആയിരുന്നിടങ്ങളിൽ ചെറിയ ജോലി സ്ഥലങ്ങളിൽ, സഭയില്, ഭവനത്തില് ഞങ്ങളുടെ ചെറിയ കൂട്ടായ്മ, എളിയ കൂട്ടായ്മയാണ്. ആളുകളുടെ പെരുപ്പത്തിലല്ല, ആത്മാക്കളുടെ ഒരുക്കത്തിലാണ്. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മശക്തിയാലാണ് നമ്മൾ നേടുന്നത്. ഇത് കാണുവാനായിട്ട് സാധിച്ചു. ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല നിങ്ങളൊരു ഫെയർവെല് തന്ന് നിങ്ങൾ എൻ്റെ ഹൃദയത്തിൽ നിന്ന് എങ്ങനെ പറിച്ചു കളയുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. തീർച്ചയായിട്ടും എനിക്കും പ്രോമിസ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ടൈം സോൺ ഡിഫറെന്റ് ആണ്, ദൂരം ഡിഫറെന്റ് ആണ്. എങ്കിലും എവിടെ വെച്ച് കണ്ടില്ലെങ്കിലും ആ നിത്യതയിൽ നമ്മൾ എന്നും കാണും, ആ സ്വർഗീയ സന്തോഷത്തിൽ എന്നും കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. സൂര്യൻ ഒരിടത്ത് അസ്തമിക്കുന്നത് മറ്റൊരിടത്ത് ഉദിക്കുവാൻ വേണ്ടിയാണ്. The sun sets in the west to rise the next day on the east. തീർച്ചയായും സൂര്യൻ അസ്തമിക്കുന്നത് മറ്റൊരിടത്ത് ഉദിക്കുവാൻ വേണ്ടിയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ ഒരിക്കലും പ്ലാൻ ചെയ്ത്, ഞാൻ വളരെയധികം പണത്തിന് വേണ്ടി ഓടുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞാനൊക്കെ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, 14 days ഒക്കെ കണ്ടിന്യൂസ് ഓവർ ടൈം ചെയ്തൊക്കെ ആയിട്ട് ഓർക്കുന്നുണ്ട്. Without any breaks. പക്ഷെ ദൈവം തൊടുമ്പോഴേ, ദൈവം വിളിക്കുമ്പോഴേ അതൊക്കെ ഒന്നും അല്ലാതായിട്ട് മാറുക. ദൈവം വിളിക്കുമ്പോഴേ അതിനേക്കാളും ഉപരിയുള്ള ഒരു സന്തോഷമാണ്. നമ്മുടെ ബാങ്ക് ഗ്രാഫ് ഉയരുന്നതോ, നമ്മുടെ ലാൻഡ് മേടിച്ചു കൂട്ടി അതിന്റെ വിസ്തീർണം കൂട്ടുന്നതോ ക്കാളും ഉപരിയുള്ള ഒരു സന്തോഷം. ഇന്ന് പാടിയ പോലെ മണ്ണ വിട്ട് മാണിക്യം വെടിയുകയില്ല, ഞാൻ നമ്മളത് പാടിയതുപോലെ ആ മാണിക്യത്തിന് വേണ്ടി നമ്മൾ അധ്വാനിക്കുന്നവരായിരിക്കണം. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് വി കാൻ പ്രെഡിക്റ്റ്. ബിഫോർ നമുക്ക് പറയായിരുന്നു 60-70 അറ്റ് എനി ടൈം വി റെഡി ടു ഗോ. ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങളുടെ നാളെ എന്തായിരിക്കുന്നത്. എന്നാണോ ഞാൻ എൻ്റെ വിദേശ മോഹങ്ങൾ, ഞാൻ 2 പ്രിന്റർ വാങ്ങിച്ചിട്ടുണ്ട് കാനഡയ്ക്ക് പോകാൻ. ഈ മീനു എനിക്ക് തോന്നുന്നു ഏതെങ്കിലും അത്രയും കാണത്തുള്ളൂ, അല്ല മാളും. അവളെ ഞാൻ തോളിലിട്ടിട്ട് ഈ കാനഡയ്ക്ക് പോകാൻ വേണ്ടി ഈ പ്രിന്റർ 2 മേടിച്ചു. 1 അടിച്ച് ഞാൻ വഴി നടത്തുക പോയേ പറ്റൂ. 2 ലക്ഷം രൂപ കൊടുത്തു. ഓരോ രാജ്യങ്ങൾ, ഓരോ നാടിന് പോകാൻ വേണ്ടി അങ്ങനെയൊക്കെ നമ്മളെ ഇൻക്യുബേറ്റ് ചെയ്യുന്ന വിശ്വാസമാണ്. ഞാൻ പറയുന്നത് കോഴി അടയിരിക്കുന്നത്, അത് മുട്ട വിരിഞ്ഞ് ഇതുപോലെ നമ്മുടെ വിശ്വാസവും, നമ്മളൊക്കെ എല്ലാവരും ട്രെയിൻഡാണ്. ബാലശിക്ഷ കടത്തിയാണ് കർത്താവ് നമ്മളെ ഒരു പൊന്നാക്കുന്നത്, ഉലയിൽ ശോധന കഴിച്ചാണ്. അപ്പൊ ഞാൻ ബിഫോർ ഐ ഡു മൈ ഫസ്റ്റ് ഷേവിംഗ് ഐ ഗോട്ട് മൈ സാലറി. പണത്തെ കണ്ടിട്ടൊക്കെ നമ്മൾ ഓടുമായിരുന്നു. പക്ഷേ പ്രിയമുള്ളവരെ, എല്ലാത്തിലുപരി ദൈവം നൽകുന്ന സന്തോഷം ഒരു സർക്കാരിന് നൽകാൻ സാധിക്കുന്നില്ല. നിങ്ങൾക്കറിയാം എത്ര, ഹൗ മെനി ഓഫ് യു ആർ ഹാപ്പി ഹിയർ? ഞാൻ സൗദിയിൽ നിന്ന് വന്നപ്പോൾ ഇതേപോലെ ഫെയർവെല്ലിൽ അവർ പറഞ്ഞു, ഷൈൻ ബ്രദറിന് ഇനി ദുഃഖമില്ല, സങ്കടമില്ല, UK ആണ്, കണ്ണുനീരില്ല നാട്, ദുഃഖമില്ല നാട്, ആപ്പിള് തിന്നാം, ഭയങ്കര മഞ്ഞ് വീഴുമ്പോൾ ഫോട്ടോ എടുക്കാം. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഹൗ ഈസ് ദ ലൈഫ് ഹിയർ ഈസ് ഫാർ, അല്ലേ? നിങ്ങൾക്കറിയാം കമ്പയർ വിത്ത് മിഡിൽ ഈസ്റ്റ് ഹൗ ഡിഫറെന്റ് ഇറ്റ് ഈസ്. ഇപ്പം എല്ലാവരും കണ്ണുനീരിലും ദുഃഖത്തിലുമാണ്. അപ്പൊ ലോകത്തില് ഇവിടെ അങ്ങനെ ഒരു പാരഡൈസ്. ഇപ്പൊ എൻ്റെ സിസ്റ്ററിന്റെ ഫാദറിലോ മദ്യമൊക്കെ കഴിക്കുന്ന ഒരാളാണ്. എൻ്റെ സഹോദരിയുടെ പുള്ളി പറയും, ഭൂമിയിലൊരു സ്വർഗം ഉണ്ടെങ്കിൽ അത് ജർമ്മനിയാണ്. ഭൂമിയിലൊരു നരകം ഉണ്ടെങ്കിൽ അത് സൗദി അറേബ്യയാണ്. ഞാൻ പറയും, ഞാൻ സൗദി അറേബ്യയിൽ നിന്ന് വന്ന അവധിക്ക് വന്നതാ. പച്ച ഭൂമിയിലൊരു നരകം ഉണ്ടെങ്കിൽ അത് സൗദി അറേബ്യയാണ്. അവിടെ കഴുത്ത് വെട്ടും, ഐസിൽ നിർത്തും, ശിക്ഷകളൊക്കെ മണ്ണിനടിയിലാണ്. ഭൂമിയിലൊരു സ്വർഗം ഉണ്ടെങ്കിൽ നീ സ്വർഗരാജ്യത്ത് പോകണം, അത് ജർമ്മനിയാണ്. എന്നോട് പറയുകയാണ് പ്രിയമുള്ളവരെ, ഭൂമിയിൽ അങ്ങനെ ഒരു സ്വർഗമുണ്ടോ? ഭൂമിയിൽ ജർമ്മനി, UK, US ഒന്നും പോകാനില്ല. ഐ ടേക്ക് മച്ച് ടൈം, ഐ തിങ്ക് സോ.
നമുക്ക് ഉള്ള നമ്മുടെ നിത്യത, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അവിടുന്ന് നമ്മുടെ പിതാവായ ദൈവം നമ്മളെ ചേർപ്പാൻ വരും. ബേസിക് ഇൻഫോർമേഷൻ ബിഫോർ ലീവിങ് എർത്ത്. ബൈബിളിന്റെ എക്സ്പാൻഷൻ ആണ് ഞാൻ പറഞ്ഞത്. ബൈബിൾ ബേസിക് ഇൻഫോർമേഷൻ ബിഫോർ ലീവിങ് എർത്ത്. സോ അത് നെഞ്ചോട് ചേർത്തിരിക്കട്ടെ. വിശ്വാസത്തെ ക്ഷീണിക്കാതെ. ഒത്തിരി പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, പ്രലോഭനങ്ങൾ വരുന്നുണ്ട്. സഭയെ ഞങ്ങളെ ഓർക്കുമെന്ന് പ്രത്യേകിച്ച് ഞാൻ പറയുന്നു. ഹല്ലേലൂയ. എല്ലാവരോടും പേരായിട്ട് ഞാൻ ഈ സമയം എടുത്ത് ഉപയോഗിക്കുന്നില്ല. കടന്നു വന്നു ജേസ് ബ്രദറെല്ലാം കടന്നു വരുവാൻ ദൈവടിയാക്കി. പ്രിയ ജെഫ് സിസ്റ്ററിന്റെ മാതാവ് ഇവിടെ ഉണ്ടല്ലോ, പ്രിയ ബൈജ് ബ്രദർ ഇവിടെ ഉണ്ട്, പ്രിയ ബ്ലെസ്സിംഗ് ബ്രദർ ഉണ്ട്. എല്ലാവരെയും കർത്താവ് കാണുവാൻ തക്ക വേണം ദൈവടിയാക്കിയല്ലോ. ഹല്ലേലൂയ. നന്ദിയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഞാൻ വിചാരിക്കുന്നു. ആമേൻ. തീർച്ചയായിട്ടും വളരെയധികം വിഷമം ഉണ്ട്. എന്താ വെച്ചാൽ നമ്മുടെ വീടിൻ്റെ ഒരു ഭാഗം തന്നെയായിരുന്നു ചർച്ച്. അതുകൊണ്ട് തന്നെ വളരെയധികം വിഷമം തോന്നും. കാരണം എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചിറങ്ങിയിട്ട് ഇരുന്നിട്ടില്ലാത്ത ഒരാളാണ്. ഇവിടെ എനിക്കത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. സൺഡേ എനിക്ക് ആരാധനയ്ക്കൊക്കെ വരാൻ എനിക്കൊരു ആഗ്രഹമായിരുന്നു സൗദി വെച്ച്. കാരണം യൂണിഫോമുമായിട്ടാണ് ഡ്യൂട്ടിക്ക് ചർച്ചിൽ പൊയ്ക്കൊണ്ടിരുന്നത്. രാവിലെ ആരാധന കഴിഞ്ഞിട്ട് അതുവഴി ഒരുങ്ങിയിട്ട് അങ്ങനെ പോവുക. മിക്ക ദിവസങ്ങളും അങ്ങനെ തന്നെ. അല്ലെങ്കിൽ നൈറ്റ് കഴിഞ്ഞിട്ട് വന്ന് ഉറക്കം തൂങ്ങി ഭയങ്കരമായിട്ട് തൂങ്ങി ഇങ്ങനെ വന്നിരുന്ന് നൈറ്റ് ആരാധനയ്ക്ക് വന്നിരിക്കുന്ന ഒരവസ്ഥയും എന്നൊക്കെ ഞാൻ ഓർക്കും. അപ്പം ഞങ്ങളുടെ കൂടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആൻറ്റി പറയും, പിന്നെ പ്രാർത്ഥിക്കണം സൺഡേ ഡ്യൂട്ടി കിട്ടാതിരിക്കാനുള്ള. അപ്പം ഞാൻ ഓർക്കുമോ ചേച്ചി അത് പറയാം. പക്ഷെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ സ്വപ്നം പോലെ ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യമല്ല. എനിക്കൊന്നും പറ്റത്തില്ല. എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ജോലി ചെയ്താലേ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ കിട്ടുമോ, ഞാൻ സൺഡേ ഓഫ് കിട്ടുമോ, അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ എല്ലാ കാര്യങ്ങളും എന്താ പറയുന്നത്, ദൈവം അനുകൂലമാക്കി തന്നു. എനിക്കൊരു ആഗ്രഹമായിരുന്നു, പ്രാർത്ഥനയായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഒരാഴ്ചയാണ് ഞാൻ ഡ്യൂട്ടിക്ക് പോകേണ്ടതായിട്ട് പോകേണ്ട വന്നു. ബാക്കി എല്ലാ ആഴ്ചകളിലും എനിക്ക് ആരാധന കൂടാൻ പറ്റിയത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമാണ്, അനുഗ്രഹമാണ്. ഞാൻ വന്ന സമയമൊക്കെ എനിക്ക് വളരെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും എന്തെങ്കിലുമൊക്കെ കർത്താവിന് വേണ്ടി ചെയ്യണം. കാരണം ഞാൻ മുമ്പിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു, ഒരുപാട് ജോലി ചെയ്തു, എത്രയോ വർഷങ്ങൾ ജോലി ചെയ്തു, കുറേ പൈസ ഉണ്ടാക്കി കാണാം. എനിക്കിതൊന്നും എന്നുവെച്ചാൽ അതൊന്നും എൻ്റെ ജീവിതത്തിൽ ഒരു നേട്ടമായിട്ട് ഒരിക്കലും തോന്നിയിട്ടേ ഇല്ല. പക്ഷേ എനിക്കിവിടെ വന്നപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്ത് ദൈവത്തിൻ്റെ നാമം ഉയരണം, അതെനിക്കൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം ലോകത്തിന് വേണ്ടി ജോലി ചെയ്താൽ അതിന് പ്രത്യേകിച്ച് എനിക്ക് നേട്ടങ്ങളൊന്നും തന്നെ തോന്നിയിട്ടില്ല. ഒരു ബാങ്ക് ബാലൻസ് നമുക്ക് അവിടെ കാണിക്കാനില്ല, പ്രത്യേകിച്ച് എന്താ ഒന്നുമില്ല. നമ്മൾ അന്ന് ജീവിച്ച പോലെ തന്നെ ഇന്നും ജീവിക്കുന്നുണ്ട്. എനിക്കതിനകത്ത് യാതൊരു വ്യത്യാസങ്ങളൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ എന്തെങ്കിലുമൊക്കെ ദൈവനാമത്തിന് വേണ്ടി ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒക്കെ എനിക്ക് ഞാൻ പോകുന്ന സമയത്തൊക്കെ രാവിലെ എഴുന്നിട്ട് 4 മണിക്കൊക്കെ എഴുതിട്ട് ബുക്ക് ചെയ്തൊക്കെ പോവുകയും ആരാധനയ്ക്ക് ചെല്ലുന്ന സമയത്ത് കാലം മുഴുവൻ നീരൊക്കെ ആയിരിക്കും. പക്ഷെ എന്നാലും എനിക്ക് ചെയ്യണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. കാരണം ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന മാത്രമേ ബാക്കി ഉണ്ടാകത്തുള്ളൂ എന്ന് എനിക്കൊരു നല്ല ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അവസ്ഥകളൊക്കെ ദൈവം മാറ്റി. എനിക്ക് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ ഒരിക്കലും പറയുകയാണ്, മനോജ് പറഞ്ഞ വീട്ടിൽ വെച്ചൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. 2023 ആദ്യമാണെന്ന് തോന്നുന്നു. അതുപോലെ എനിക്കൊരു 6 മണിക്കൂർ പോലും ജോലി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയൊക്കെ ആയിരുന്നു. പക്ഷേ ദൈവം എൻ്റെ അവസ്ഥകൾ മാറ്റി. 6 മണിക്കൂർ കൂടുതൽ ജോലി ചെയ്താൽ എനിക്ക് നീര് കയറുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം മാറി ദൈവം വലിയ അത്ഭുതങ്ങൾ. അന്ന് ഒരു മാർത്തിഭാഷ വന്നിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ ആരാധനയിൽ ഭയങ്കര ഒരു 1 ജനുവരി 1 ആരാധനയായിരുന്നു. ഭയങ്കരമായ ഒരു വിടുതൽ എൻ്റെ ശരീരത്തിൽ എനിക്കത് അനുഭവിച്ചറിയാൻ കർത്താവ് സഹായിച്ചു. ഇപ്പം അതിനൊക്കെ ഒരുപാട് മാറ്റങ്ങളായി. ഇപ്പം എനിക്കങ്ങനെ തണുപ്പ് വലിയൊരു പ്രശ്നമായിട്ട് വരുന്നില്ല. കർത്താവ് ചെയ്തെല്ലാം നമ്മൾക്കായി സ്തുതിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവരും ഉത്തരവാദിത്തമായിട്ട് സമയത്തെടുക്കുമെന്നറിയാം. തുടർന്ന് ഞങ്ങൾ എവിടെയായിരുന്നാലും ഈ പറഞ്ഞ പോലെ എങ്ങും ചെന്നാലും വലിയ പ്രാക്ടീസ് എങ്ങും ആയിരിക്കും ഒരിക്കലും ചിന്തിക്കുന്നില്ല. എല്ലാവരും ചോദിക്കുന്നുണ്ട് ഭയങ്കര എക്സൈറ്റ്മെന്റ്. ഒരിക്കലുമില്ല. എന്താ നമ്മളവിടെ ചെല്ലുമ്പോൾ മാത്രമേ അറിയത്തുള്ളൂ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, അത്ര മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. ദൈവനാമത്തിന് മഹത്വത്തിന് വേണ്ടിയായി തീരണം. നിങ്ങളെ കുടുംബമായ കാര്യത്തിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന ചോദിച്ചു. നല്ല വാക്കുകൾക്ക് നന്ദി പറയുന്നു. മക്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? Are you missing your friends? Yes. Okay, അതാണ് അവർക്ക് പറയാനുള്ളത്. അവർക്ക് missing the friends and missing the
church too, right? Yeah. അവർക്ക് അത് രണ്ടും മിസ്സിംഗ് ആണെന്ന് അവർ ഓൾറെഡി ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ അത് ഞാൻ ഷെയർ ചെയ്യുന്നു. അതുപോലെ തന്നെ ഇനി അടുത്തതായിട്ട് നമുക്ക് ചർച്ചിൻ്റെ വകയായിട്ട് ചെറിയൊരു മൊമെന്റ് ഫാമിലിക്ക് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിൻ്റെ ചർച്ചിലെ മെമ്പേഴ്സായ ജോർജ് ബ്രദറെയും മനോജ് ബ്രദറിനെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. മക്കളെ ബ്രദേഴ്സ് നിങ്ങൾക്ക് അവിടെ തന്നെ നിൽക്കാം. നമുക്കൊരു ഫോട്ടോ ഉണ്ട്, അതുകൊണ്ട് ബ്രദേഴ്സ് എല്ലാം അതുപോലെ തന്നെ നിൽക്കുവാണെങ്കിൽ നമുക്ക് സമയം ലാഭിക്കാം. അടുത്തായിട്ട് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ചർച്ച് ചേർന്ന് കൊടുക്കുന്നുണ്ട്. അതിന് നമ്മൾ എഡ്വിൻ ബ്രദറിനെയും ഷൈൻ ബ്രദറിനെയും ഫ്രണ്ടിലേക്ക് ക്ഷണിക്കുകയാണ്. ഇതൊരു ചെറിയ ഉപഹാരമാണ്. അവർ ചെയ്തതിന് ഇതൊന്നുമില്ലെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അത് അവർ ഓർമ്മയിലിരിക്കട്ടെ. താങ്ക് യു. ഇനി അടുത്ത മക്കൾക്ക് രണ്ടുപേർക്കും ഒരു ഗിഫ്റ്റ് കാർഡ് അവർക്ക് നന്ദി കൊടുക്കുന്നതിനായിട്ട് അതിൻ്റെ ഒരു ഗിഫ്റ്റ് കാർഡ് ചർച്ച കൊടുക്കുന്നു. അതിനായിട്ട് നമ്മുടെ സ്റ്റുഡൻസായ റോൺ, അബിയ, ഗിഫ്റ്റി ഇവരെല്ലാവരും വന്ന് സൺഡേ സ്കൂൾ ടീച്ചേഴ്സാണ്. ഇവരൊക്കെ കുട്ടികളുടെ യങ് ജനറേഷനെ ഗൈഡ് ചെയ്യുന്നവരാണ്. അവരാണ് അതിലേക്ക് മുമ്പിലേക്ക് വരുന്നത്. ചർച്ച് മെമ്പേഴ്സ് മാത്രം എത്രയും വേഗം ഫ്രണ്ടിലേക്ക് വരണം. സമയം വളരെ മുമ്പോട്ട് പോയിരിക്കുന്നു. പത്ത് മിനിറ്റ് മുമ്പൊന്ന് ചെറിയ ചൂടാക്കി വന്നാലേ. ഞാൻ നോക്കാം. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല കൂട്ടായ്മയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു ഇത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയം നമുക്ക് മറ്റെവിടെയും കിട്ടിയിട്ടില്ലായിരിക്കും. ഞാനങ്ങനെ വിശ്വസിക്കുകയാണ്. കാര്യം ഈ കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന നിങ്ങളുടെ സ്നേഹമാണ് ഇവിടെ വെളിപ്പെടുന്നത്. സ്തോത്രം. ഈ സ്നേഹം എന്ന് പറയുന്നത് മാനുഷിക സ്നേഹമല്ല. നമ്മളെ സ്നേഹിച്ചു വളർത്തി പെറ്റു വളർത്തിയ അപ്പനും അമ്മയും പലപ്പോഴും നമ്മുടെ അടുത്തില്ലാതിരിക്കുമ്പോൾ നമ്മുടെ അപ്പനായും അമ്മയായും സഹോദരങ്ങളായും നമ്മുടെ കുഞ്ഞുങ്ങളായും ഒക്കെ നമ്മളിൽ ഓരോരുത്തരും ആയി മാറുമ്പോഴാണ് ക്രിസ്തുവിന്റെ സ്നേഹമൊക്കെയും അവിടെ വെളിപ്പെടുന്നത്. സ്തോത്രം. അല്ലാതെ നമുക്ക് പലപ്പോഴും മറ്റു പല കൊടുക്കൽ വാങ്ങലിലൂടെയൊക്കെ ഒരുപാട് സ്നേഹങ്ങൾ പങ്കിടാൻ കഴിഞ്ഞേക്കാം. പക്ഷേ തിരിച്ചൊന്നും നമുക്ക് തരാൻ കഴിയുന്നില്ല എന്ന് തോന്നുമ്പോഴും മറ്റൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല എന്ന് നമ്മൾ കരുതുമ്പോഴും നമുക്ക് കൊടുക്കാൻ കഴിയുന്ന സ്നേഹമാണ് ക്രിസ്തുവിനുള്ള സ്നേഹം. സ്തോത്രം. ഹല്ലേലൂയ. എന്ന് അതിനെക്കുറിച്ച് പറയുന്നത് ഒരു കണ്ടീഷൻ ഇല്ലാത്ത സ്നേഹം. വ്യവസ്ഥകൾ വെക്കാതെ ഒരു എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ട് കൊടുക്കാൻ കഴിയുന്ന പ്രതീക്ഷിക്കാതെ നമുക്ക് കൊടുക്കാൻ കഴിയുന്ന സ്നേഹമാണ് ക്രിസ്തുവിനുള്ള സ്നേഹം. ആ സ്നേഹത്തിനായിട്ട് നിങ്ങളുടെ വാക്കുകളിലൂടെ
നിങ്ങളുടെ ഇടപെടലുകളിലൂടെ, നിങ്ങൾ ഇവരോട് കാണിക്കുന്ന ഈ സ്നേഹബന്ധങ്ങളിലൂടെ അവിടൊക്കെയും വെളിപ്പെടുന്നത് കർത്താവ് നമ്മളെ സ്നേഹിച്ച സ്നേഹം. ഇത് ബ്രദറെ, ഇത് പുറത്ത് ഇട്ടത്, ഈ അകത്തെ ഇട്ടതാണ്. ഇവിടെ വിട്ട് നമ്മൾ മറ്റു കൂട്ടുകെട്ടുകൾ തേടിപ്പോയാൽ അതൊക്കെ വെറും താൽക്കാലിക സ്നേഹങ്ങളായി മാറും. ഇതിന്റെ അകത്ത് മാത്രമേ കിട്ടത്തുള്ളൂ. സ്തോത്രം. അതുകൊണ്ടാ അബ്രഹാമിനോട് കർത്താവ് പറഞ്ഞു, ദൈവം പറഞ്ഞു, നീ ആകാശത്തേക്ക് നോക്കാൻ. ഇല്ലേ, എന്ത് കാണാനാണ്? നക്ഷത്രങ്ങൾ. നിനക്ക് സന്തതികളെ, എനിക്ക് സന്തതി വേണമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് അബ്രഹാമിനോട് പറഞ്ഞത്, നീ ആകാശത്തേക്ക് നോക്ക. നിനക്ക് ആകാശത്തെ നക്ഷത്രങ്ങളെ എണ്ണാൻ കഴിയുമോ? കടലിന്റെ അരികിലുള്ള മണൽത്തരി എണ്ണാൻ കഴിയുമോ? അതിലേറെ മക്കളെ ഞാൻ നിങ്ങൾക്ക്. അതുകൊണ്ട് കർത്താവ് സ്നേഹിക്കുന്ന ബ്രദറെ, എവിടെ പോയാലും ക്ഷീണിച്ചു പോകത്തില്ല, എവിടെ പോയാലും തളർന്നു പോകത്തില്ല. കാര്യം എന്താണെന്നറിയാമോ? നമ്മൾ പെറ്റു വളർത്തിയ മക്കളെക്കാൾ ഉപരി മക്കള് ദൈവം നമുക്ക് തരും. സഹോദരങ്ങളെ ദൈവം നമുക്ക് തരും. ഹല്ലേലൂയ. സൗദിയുടെ മണ്ണിൽ നിന്ന് ഇങ്ങോട്ട് പറിച്ചു നട്ടപ്പോഴും അദ്ദേഹത്തിന് അവിടെയും ഇതുപോലൊരു സെന്റ് ഓഫ് ലഭിച്ചിട്ടിരിക്കാം, അല്ലേ? ഇവിടെ വന്നിട്ടും ക്ഷീണിച്ചു പോയില്ല. ഹല്ലേലൂയ. ഇനി ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ഇദ്ദേഹത്തെ പറഞ്ഞു വിടുകയല്ല, അല്ലേ? പറഞ്ഞു വിടുകയല്ല. ഹല്ലേലൂയ. ദൈവം ഒരു സ്ഥലത്തേക്ക് ഇദ്ദേഹത്തെ അയക്കി. അത് ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. ആ പദ്ധതി പ്രകാരം കാര്യങ്ങളെ ചെയ്യും. ഹല്ലേലൂയ. എനിക്ക് ഒരുപാട് സമയത്തെ ഞാൻ ദീർഘിപ്പിച്ച് കളയുന്നില്ല. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഇവിടെ നിന്ന് അയക്കുവാൻ, നിങ്ങളോട് ഒരുമിച്ച് ആ കാര്യങ്ങൾ എന്നെ മേലെ ഏൽപ്പിച്ചു. പക്ഷെ ഒരു ഇദ്ദേഹത്തോടുള്ള ബന്ധത്തിൽ രണ്ട് വചനത്തിന്റെ രണ്ട് കാര്യങ്ങളെ നിങ്ങളെ ബോധ്യപ്പെടുത്തി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. ഒന്ന്, ഇദ്ദേഹത്തെ ഞാൻ എപ്പോഴും കാണുമ്പോ ഒരു പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ. ഒന്ന്, ഒരു ദൈവ പൈതലിന് വേണ്ട ഏറ്റവും ഗുണകരമായ ഒരു കാര്യം, അവൻ പ്രാർത്ഥിക്കുന്നവനായിരിക്കും. അവൻ ഏത് കാര്യവും ചോദിക്കുന്നതിന് മുമ്പ് അവൻ പ്രാർത്ഥിക്കണം ആ വിഷയത്തിന് വേണ്ടി. മറ്റൊന്ന്, ഇദ്ദേഹത്തെ കാണാൻ കഴിയുന്നത് എപ്പോഴും ചിരിക്കുന്ന ഒരു മുഖം, അല്ലേ? അതോ ദുഃഖമാണോ? എപ്പോഴും സന്തോഷിക്കുന്ന ഒരു മനുഷ്യനാണ്. എഫേസ്യ ലേഖനം അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത് അതിന്റെ 4:4 പറയുന്നു, സന്തോഷിപ്പിൻ, എല്ലായ്പ്പോഴും സന്തോഷിക്കും. എങ്ങനെയാ? കർത്താവിൽ നിങ്ങൾ സന്തോഷിക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് കർത്താവിൽ തികഞ്ഞു വരുന്ന, അതാണ് മുഖത്തൂടെ പുറത്തു വരുന്നത്. അതാണ് ആ സന്തോഷത്തെയാണ് നമുക്ക് മറ്റൊരാൾക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. അതുപോലെ പ്രാർത്ഥിക്കുന്ന മനുഷ്യർ, ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ആദ്യമായിട്ട് കാണുന്നത് എന്റെ വീട്ടിൽ വെച്ചാന്ന് തോന്നില്ലേ, ഞങ്ങളുടെ വീട്ടിൽ ഒരു കൂട്ടായ്മ നടക്കുന്ന സമയത്താണ് ഇത് എയർപോർട്ടിൽ നിന്ന് വന്നിട്ട് നേരെ അവിടേക്ക് വരികയും. അപ്പൊ അവിടെ വെച്ച് എന്നെ ആദ്യമായി കാണുന്നത്. അന്ന് തൊട്ടുള്ള സ്നേഹബന്ധമാണ് ഇതുവരെ നിലനിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇവിടെ ഈ ദേശത്ത് എക്സാമ്പിള് ഇങ്ങനൊരു കൂട്ടായ്മ ആരംഭിക്കുവാൻ നിങ്ങൾ തീരുമാനമെടുത്തപ്പോൾ തന്നെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിരുന്നു. ആ സമയത്തും എനിക്ക് പറയാൻ അദ്ദേഹത്തോട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾക്ക് പറയാൻ പറ്റി, സംസാരിക്കാൻ പറ്റി. അവിടെയൊക്കെ ദൈവം അദ്ദേഹത്തെ ഈ ദേശത്തിന് വേണ്ടി ഉപയോഗിച്ചതോർത്ത് ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. അബ്രഹാം കുഴിച്ച കിണറുകൾ ഫെലിസ്ത്യന് മണ്ണിട്ട് മൂടിയപ്പോൾ എനിക്ക് ഷൈനോട് പറയാനുള്ള ഒരൊറ്റ വചനഭാഗം ഇതാ, ഇതൊരു ദൂതായിട്ട് ഏറ്റെടുക്കുക. അബ്രഹാം കിണറുകൾ കുഴിച്ചു, അത് പിന്നീട് ഫെലിസ്ത്യന് വന്നിട്ട് മണ്ണിട്ട് മൂടിക്കളഞ്ഞു. എന്നാൽ അബ്രഹാമിന്റെ മകനായ ഇസ്ഹാക്ക് അതിന് നാളുകൾ കഴിഞ്ഞപ്പോൾ അതിനെ വീണ്ടും അതിന്റെ ഉറവ തുറക്കുവാനിടയായി. നമ്മള് കാഴ്ച വിട്ട് നിൽക്കുന്ന ഈ മണ്ണ് ഇന്ത്യയെ പോലെ പല സ്ഥലങ്ങളിൽ പല രാജ്യങ്ങളെയും ആത്മീക സമൃദ്ധിയിൽ എത്തിച്ച ഒരു രാജ്യത്താണ് നമ്മൾ നിൽക്കുന്നത്. ഈ ദേശത്ത് ഈ എക്സാമിൽ ഒരു കിണറിന്റെ ഉറവ തുറക്കുവാൻ തക്കവണ്ണം ദൈവം ഈ ഭക്തനെ ഈ ദേശത്ത് ഉപയോഗിച്ചുവെങ്കിൽ ഇദ്ദേഹത്തെ ഐക്യപ്പെടുന്ന പല ദേശങ്ങളിലും ഇതുപോലെ ചില ഉറവകളെ തുറക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഇതിന്റെ വാക്കുകളെ ചുരുക്കുക. നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് നമ്മൾ ഏത് പ്രതികൂല അവസ്ഥയിൽ നിന്നാലും, ഏത് വരണ്ട മരുഭൂമിയിൽ നിന്നാലും, അതിന്റെ നടുവിൽ ഭക്തന്മാർ കുഴിച്ച ചില കിണറുകൾ അടഞ്ഞു കിടക്കുക, മണ്ണിട്ട് മൂടിയത്. പലപ്പോഴും നമ്മൾ കാഴ്ച വിട്ടി അതിന്റെ മുകളിൽ നിൽക്കുമ്പോഴും
നമ്മൾ അറിയുന്നില്ല ഈ ഉറവ ഇവിടെ നമ്മൾ ശ്രമിച്ചാൽ അത് തുറക്കാൻ പറ്റുമെന്ന്. നമ്മുടെ ശ്രമകരമായിട്ടുള്ള അധ്വാനങ്ങളും ശ്രമകരമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിന്റെ ആത്മീക പ്രവർത്തനങ്ങളും പല കൂട്ടായ്മകളും പലയിടത്തും തുറക്കപ്പെടുകയും പലരും ദൈവത്തെ അറിയുവാനിടയായി തീർന്നതും പലരും തീയിലേക്ക് പോകുന്നവൻ ദൈവരാജ്യത്തിലേക്ക് എടുക്കപ്പെടുവാനിടയായി. സ്തോത്രം. ഇവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. നമ്മുടെ കരങ്ങളെല്ലാം ദേവദാസന്മാരെല്ലാം ഇങ്ങനെ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കുകയും ഹല്ലേലൂയ ഇവരെ കുടുംബമായി നമുക്ക് പ്രാർത്ഥിച്ച് ആസ്വദിക്കുകയും ചെയ്യാം. ഡോക്ടർ അനീഷ് ബ്രദർ മുന്നോട്ട് വരണം, മുന്നോട്ട് കടന്നു വരണം. ശക്തമായി നമുക്ക് ഇവരെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഇവരുടെ യാത്രയപ്പിന് ഹല്ലേലൂയ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാനായിരിക്കണം. പീരീഡിലാണ് അവർ ഈ സ്ഥലത്ത് നിൽക്കുന്നത്. ആ സമയം വരുമ്പോൾ ദൈവമാണ് ആളുകളെ മൂവ് ചെയ്യുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് ഈ ഒരു കോണ്ടിനെന്റിൽ അവർ ഏഷ്യൻ കോണ്ടിനെന്റിൽ നിന്ന് വന്നിട്ട് അവർ യൂറോപ്പിലെ കോണ്ടിനെന്റിൽ നിന്ന് ഞാൻ വിശ്വസിക്കുന്നത് അവർ മൂവ് ചെയ്യുന്ന അടുത്ത കോണ്ടിനെന്റിലേക്ക് അവരടുത്തൊരു റിവൈവലിനെ കൊണ്ടുപോകണം. ഇവിടുന്ന് നമ്മളെ ക്യാരി ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, അത് അവർ കൊണ്ടുപോകാണ് ഇവിടുന്ന്. ഞാൻ കണ്ടത് ഭയങ്കര വിശ്വസ്തതയുള്ള ഒരാളാണ്. എല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ ഒരു മനസ്സുള്ള ഒരാളാണ്. എന്ത് വേണം അത് ചെയ്തെടുക്കാൻ വിശ്വസ്തത ഏൽപ്പിക്കാൻ സ്നേഹമുള്ള വളരെ അറ്റാച്ച്മെന്റ് ഉള്ള ഒരാളാണ്. ലീഡർ സിസ്റ്റർ ആണെങ്കിലും ശുശ്രൂഷയിലാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും ഒന്നിനും കുറവ് വരുത്തത്തില്ല. ആ കുടുംബത്തിന്റെ കൈകളിലേക്ക് ആരെങ്കിലും ഏൽപ്പിച്ചാൽ അവര് പിന്നെ നമ്മളത് നോക്കണ്ട, അവരേറ്റത് വിശ്വസ്തതയുള്ള ഒരു ഫെയ്ത്ത്ഫുൾ ഫാമിലിയാണ്. ദൈവം അതിനെ ഗിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു അവര് നമുക്ക് വലിയൊരു ഗിഫ്റ്റായിരുന്നു. ഗിഫ്റ്റാണ് ദൈവം. ചില മനുഷ്യർക്ക് ഗിഫ്റ്റ് കൊടുക്കും, എന്നാൽ ചില മനുഷ്യരെ ഗിഫ്റ്റായിട്ട് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരും. വ്യത്യാസം മനസ്സിലായോ? ദൈവം ചിലരെ എന്ത് ചെയ്യും? ഗിഫ്റ്റ് തരും. ചില മനുഷ്യര് ഗിഫ്റ്റായിട്ട് മാറും. അവര് ഗിഫ്റ്റഡ് മാത്രമല്ല, ഈ ഫാമിലി മൊത്തം ഒരു എന്താ പറയുന്നത്, ഇങ്ങനെ പൊതിഞ്ഞു നിൽക്കുന്ന ഒരു കുടുംബമാണ്. ഞാൻ വിശ്വസിക്കുന്നത് ദൈവം ഇനി അവരെ അധികമായിട്ട് ഉപയോഗിക്കും. ഹല്ലേലൂയ. ഞാനത് പറയുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ സാന്നിധ്യം ഈ സ്ഥലത്ത് വ്യാപരിക്കുന്നുണ്ട്. സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, യഹോവയുടെ ആത്മാവിന് ഒരു കാറ്റിലെടുത്തോണ്ട് പോയതുപോലെ ആത്മാവ് അവരെ കൊണ്ടുപോവുകയാണ് ഭൂഖണ്ഡങ്ങളിലേക്ക് തീയുമായിട്ട് സുവിശേഷവുമായിട്ട് അഭിഷേകവുമായിട്ട് അവർ കടന്നു പോവുകയാണ്. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്ന ഈ കുടുംബത്തെ അധികമായിട്ട് ആ ഭൂഖണ്ഡത്തിൽ കർത്താവ് ഉപയോഗിക്കും. അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയ്ക്കകത്ത് അവരെ നിർത്തും. ദൈവരാജ്യത്തിന്റെ പദ്ധതിക്ക് വേണ്ടി അവരെ ഉപയോഗിക്കും. അധികമായി ദൈവ പദ്ധതി ഇതുവരെ അവർ കണ്ടിട്ടില്ല. അല്പത്തിൽ വിശ്വസ്തനായിരുന്ന ഒരു വ്യക്തിയെ അധികത്തിൽ വിശ്വസ്തതയിലേക്ക് ലിഫ്റ്റ് ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി അങ്ങനെ തന്നെ സംഭവിക്കും. ഞാനത് കാണും, നിങ്ങളത് കാണും, നമ്മളത് കാണും. എല്ലാവിധ ആശംസകളും ഞാൻ അറിയിക്കുന്നു. പോയാലോ പിന്നെ കണക്ഷൻ കിട്ടുകയായിരുന്നു. നിങ്ങളെ UK സിനിമ ഒന്ന് മാറ്റിക്കോ, പക്ഷെ സ്നേഹം മാറ്റിക്കളയും. സിനിമ മാറ്റിക്കോ, പക്ഷെ എന്ത് ചെയ്യരുത്, സിസ്റ്റം മാറ്റരുത്. ഹല്ലേലൂയ. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ, അധികമായിട്ട് ഉണ്ടാവട്ടെ.
എല്ലാവരും പ്രാർത്ഥിക്കണം. നമ്മുടെ കാര്യങ്ങളെല്ലാം ഈ മക്കളുടെ നേരെ പരിശുദ്ധ പിതാവേ, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടട്ടെ അനുഗ്രഹങ്ങൾ. എന്റെ കർത്താവേ, ഞങ്ങളെ സ്തുതിക്കുന്നു. ഇന്ന് ഈ സന്ധ്യയുടെ സമയത്ത് നിന്റെ നാമത്തിൽ ഈ കുഞ്ഞുങ്ങളെ നിങ്ങൾ അനുഗ്രഹിക്കായിരിക്കും. ഏത് ദേശത്ത് കടന്നു ചെന്നാലും ഇവർ അനുഗ്രഹിക്കപ്പെടുന്നവരായവ മാത്രമല്ല, അനേകരെ അനുഗ്രഹിക്കുന്നവരായി കർത്താവേ, അനേകരുടെ സന്തോഷത്തിന്റെ പങ്കാളികളാക്കി ഒരു ദൈവിക പദ്ധതിക്ക് സ്വർഗത്തിലെ ദൈവം ഇവരെ അയക്കുന്നതിനായിട്ട് ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. ഏത് ഭവനങ്ങളിൽ കടന്നു ചെന്നാലും, ഏത് സ്ഥാപനങ്ങളിൽ കടന്നു ചെന്നാലും, ഏത് ദേശത്ത് കടന്നു ചെന്നാലും ഇവർ കാൽ ചവിട്ടുന്ന ഇടങ്ങൾ ഒരു സ്വർഗ തുല്യമാക്കുവാൻ എന്റെ കർത്താവിനെ വിളിച്ചു ആത്മീയ പദ്ധതിക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു നഷ്ടമല്ലപ്പ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ കണ്ണുവെട്ടുന്നു ദൂരെ അകന്നു പോയാൽ ഇത് ഞങ്ങൾക്കൊരു നഷ്ടമല്ല, ഇത് ഞങ്ങൾക്കൊരു ലാഭമാണ്. അനേകരെ അവൻ ദൈവ പദ്ധതിയിലേക്ക് ചേർത്തെടുക്കുവാൻ ഇവർ ഐക്യപ്പെടുകയാൽ സ്തോത്രം ചെയ്യുന്നു. ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കൊണ്ട് കേട്ടിട്ടില്ല, ഒരാളുടെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല, എന്നാൽ ഇത് കർത്താവ് അറിയുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നവനാണ്. എന്റെ കർത്താവേ, നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിന്റെ കഥ, ആത്മീയ ഭൗതിക ജീവിതത്തിന്റെ കഥ, ഒരു യാത്രയുടെ മധ്യേ കർത്താവേ, ഹല്ലേലൂയ, നീ ചെയ്യുന്ന എല്ലാ പദ്ധതികൾക്കായിട്ടും ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്യും കർത്താവേ. ഹല്ലേലൂയ. നന്ദിയോടെ ഞങ്ങളെ സ്തുതിക്കുന്നു കർത്താവേ. ഇവർ ഞങ്ങൾ നകലുകയല്ല. ഹല്ലേലൂയ കർത്താവേ. ഇവർ കർത്താവേ, ഹല്ലേലൂയ, ഒരു ദൈവിക പദ്ധതിക്കായി ഐക്യപ്പെട്ടവരാകുന്നു നിങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. ഇവരിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു കർത്താവേ. ഈ ദേശത്തിന് മാത്രമല്ല, അനേക ദേശക്കാർക്ക് ഒരു ഉപകാരികളാക്കി മാറുന്നു കർത്താവേ. അനേകർക്ക് തണലായി മാറുന്നു കർത്താവേ. അനേകർക്ക് വചനം പറഞ്ഞു കൊടുക്കുന്നവരായി മാറുന്നു. ഈ കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ കർത്താവേ അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങ് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാഭിഷേകത്തോടെ ഐക്യപ്പെടുന്നിടത്ത് കർത്താവേ, കർത്താവിന്റെ വേലയിലുറ്റിരിപ്പാൻ സഹായിക്കട്ടെ. അനുഗ്രഹിക്കുന്നു യേശു നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തുതി. ഒരു ഷൈൻ ബ്രദറിനും ഫാമിലിക്കും ഒരു കാർഡ് ഞങ്ങൾ കൊടുക്കാൻ ആഗ്രഹിച്ചിരുന്നു. അത് വിട്ടുപോയി. അത് ജോർജ് കൊടുക്കാവുന്നതാണ്. ഓർമ്മയിലിരിക്കുന്നതിനായിട്ട് ചർച്ചിൻ്റെ ഒരു കാർഡാണത്. താങ്ക് യു. ഇനി ഇന്നത്തെ ഈ ഫെയർവെൽ പാർട്ടിയുടെ വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നതിനായി ചർച്ച് മെമ്പറായ ജിഷാന്ത് ബ്രദറിനെ ക്ഷണിക്കുകയാണ്. എൻ്റെ ഹസ്ബൻഡാണ്. അദ്ദേഹം പറയുന്നത് എന്നെ സഹിക്കാൻ ഷൈന് മാത്രമേ കഴിയൂ എന്നാണ് പറയുന്നത്. ഇനി ഇതിലും വലിയൊരു എന്താ പറയുക, സഹിക്കാൻ പറ്റുന്ന ഒരാൾ ഓസ്ട്രേലിയയിൽ കാത്തിരിക്കുന്നുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ദൈവതിരുനാമത്തിന് സ്തുതി. എക്സാം റിവൈവൽ ചർച്ചിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളും ഞങ്ങൾ എക്സാം ചർച്ചിലേക്ക് ഈ വേദിയിലേക്ക് ഞാൻ ആനയിക്കുകയാണ്. എൻ്റെ നിക്ഷിപ്തമായ കർത്തവ്യം വോട്ട് ഓഫ് താങ്ക്സ് ആണ്. ഞാനത് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഷൈനെ പറ്റി 2 വാക്ക് പറയാൻ ആഗ്രഹിക്കുകയാണ്. 2022 ജൂൺ 10 ഞാൻ ഇവിടെ എത്തിച്ചേർന്നത്. അപ്പോൾ ഞാൻ സഹധർമ്മിണിയായിട്ടുള്ള സംസാരത്തിനിടയ്ക്ക് ഞാൻ അങ്ങനെ അറിഞ്ഞു ഇതുപോലൊരു വിശ്വാസ ജീവിതത്തിൽ ഉറച്ചു നിൽക്കുന്നൊരു നേഴ്സോട് എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് അറിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പർ മേടിച്ചു. ഞാൻ അദ്ദേഹത്തിനെ അങ്ങോട്ട് കോൺടാക്ട് ചെയ്തു. അതിനുശേഷം ഞാൻ പറഞ്ഞു, നമുക്കൊരു കൂട്ടായ്മ രൂപീകരിക്കാൻ നമുക്കിവിടെ എന്താണ് തടസ്സം, നമുക്കത് ഓവർകം ചെയ്യണം. നമ്മൾ 2 പേരുണ്ടെങ്കിലും നമ്മുടെ മധ്യ ക്രിസ്തു ഉണ്ടാവും എന്നാണ് വചനം പറയുന്നത്. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കാം എന്ന് പറഞ്ഞു. അന്ന് തൊട്ട് ഇന്ന് ഈ നിമിഷം വരെ പോസിറ്റീവായിട്ടുള്ളൊരു റെസ്പോൺസ് അല്ലാതെ ആ വ്യക്തിയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടില്ല. ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തൊക്കെ അദ്ദേഹം എൻ്റെ കൂടെ നിന്നു. അതിനുശേഷം ഞങ്ങൾ പയ്യെ മാനേജ് ബ്രദറിനെ, ജോർജ് ബ്രദറിനെ, ഷൈൻ മാത്യു ബ്രദറിനെ, എഡിൻ ബ്രദറിനെ ഇങ്ങനെ ഓരോരുത്തരെയും പരിചയപ്പെടുകയും ഇങ്ങനെ ഒരു ചർച്ചിൻ്റെ ഒരു രൂപീകരണം ഇവിടെ നടക്കുകയും ചെയ്തു. ഈ ചർച്ചിൻ്റെ ഒരു നെടും തൂണാണ് അദ്ദേഹം. 101-ാം സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വിശ്വസിക്കുന്ന എത്ര മനോഹരമാകുന്നു എന്ന് പറയുന്നത് കൃത്യമായി അതിൻ്റെ ഒരു അർത്ഥം
ഷൈനിലൂടെ കാണിച്ചു തരികയാണ്. അദ്ദേഹം എന്നോടുള്ള ഒത്തിരി ഞങ്ങൾ സംസാരിക്കാറുണ്ട്. അദ്ദേഹം ദൈവത്തെ ഏറ്റവും ഭയപ്പാടുള്ള ഒരു വ്യക്തിയാണ്. ദൈവത്തെ ഒത്തിരി സ്നേഹിക്കുന്ന വ്യക്തിയാണ്. ഒരല്പം ഈ ഭൂമി മലയാളത്തിൽ ആരോടെങ്കിലും അല്പം പേടിയുണ്ടെങ്കിൽ അത് ലീഡർ സിസ്റ്ററോട് മാത്രമാണ്. ചില സമയത്ത് അദ്ദേഹം ലീഡർ സിസ്റ്റർ മറ്റേ കിഴക്കത്തിലെ രേവതി ഇന്നസെന്റിനോട് കാണിക്കുന്ന പോലെയോ അല്ലെങ്കിൽ മരിച്ചുപോയ ഒരു നടിയുടെ പേര് എനിക്ക് മനസ്സിലാകും, അവർ മറ്റേ ജഗതിയോട് കാണിക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിന് ആകെ ഒരു പേടിയുള്ളത് ദൈവവും ലീഡർ സിസ്റ്ററും മാത്രമാണ്. അദ്ദേഹം ഇനി ഓസ്ട്രേലിയയിൽ പോകുമ്പോൾ കങ്കാരികൾ അവരെ പേടിപ്പിക്കാൻ വരും, പക്ഷെ അദ്ദേഹം പേടിക്കില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ജെയിംസ് ബ്രദർ, അദ്ദേഹം വളരെ ദൂരത്തു നിന്നാണ് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നത്. അദ്ദേഹത്തിനുള്ള ചർച്ചിൻ്റെ നിശ്ചയമായ നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. ഒപ്പം ഞങ്ങളുടെ ചർച്ചയോട് കൂടെ നിൽക്കണം. ഷൈൻ ബ്രദർ പോവുകയാണ്. നമ്മൾ നേരിട്ട് ഒത്തിരി സംസാരിച്ചിട്ടുണ്ട് ജെയിംസ് ബ്രദറായിട്ട്, ഓർക്കുന്നുണ്ടാവും. നമ്മൾ ഷൈൻ്റെ വീട്ടിൽ വെച്ച് കൊല്ലങ്ങൾക്ക് മുമ്പേ സംസാരിച്ചു. ഒരു ഫെലോഷിപ്പിനെ പറ്റി നമ്മൾ അന്ന് ആലോചിച്ചിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. ഞങ്ങളും അവിടെ ചർച്ചിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഇനിയും ഭാഗമായിട്ട് ഒരുമിച്ച് നിൽക്കാം. അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബ്ലെസ്സിങ്സ് ബ്രദർ ആൻഡ് ഫാമിലി, ബിജിൻ ബ്രദർ ആൻഡ് ഫാമിലി, ബിബിൻ ബ്രദർ ആൻഡ് ഫാമിലി, പിന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസ് അബിയ, റോണ, ഗിഫ്റ്റി, ബാക്കി എല്ലാ യൂണിവേഴ്സിറ്റി വരാനിരുന്ന എല്ലാ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിനെയും ഞങ്ങൾ നന്ദിപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. പിന്നെ ഞങ്ങളുടെ എപ്പോഴും ഞങ്ങൾക്ക് കാവലാളായിട്ട് നിന്നിരുന്ന ഡോക്ടർ അനീഷ് ബ്രദർ, അദ്ദേഹത്തിൻ്റെ ഫാമിലിയെയും ഞങ്ങൾ ഹാർദവമായിട്ട് ഈ വേദിയിലേക്ക് ഞങ്ങൾ താങ്ക്സ് പറയുന്നു. സോറി, ഇമോഷണലാണ്, വേർഡ്സ് വിട്ടു പോകുന്നു. എല്ലാവർക്കും ഉള്ള നന്ദി അറിയിക്കുന്നു. ഷിൻഡോ ബ്രദർ ആൻഡ് ഫാമിലിയെ ഞങ്ങളുടെ നിശ്ചയമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. എബിൻ ആൻഡ് ജസ്വിൻ, അവരെ ഞങ്ങളുടെ ചർച്ചിൻ്റെ നന്ദി അറിയിക്കുന്നു. ആൽബി ബ്രദർ ആൻഡ് ഫാമിലി, ഞങ്ങളുടെ ചർച്ചിൻ്റെ നന്ദി ഞാൻ പ്രകാശിപ്പിക്കുന്നു. ഇനി ആരെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഞാനിതിൽ ഉൾപ്പെടുത്തുകയാണ്. കർത്താവായ ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങളെല്ലാം പരന്നൊഴുകട്ടെ. ഷൈൻ ബ്രദറിൻ്റെ ഈ ഫെയർവെൽ നമ്മളൊക്കെ ഈ ദേശത്തുള്ളവരാണ്, പക്ഷേ ഇച്ചിരി മാറി മാറിയാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ ഷൈൻ ബ്രദറിൻ്റെ ഈ സെൻഡ് ഓഫ് പാർട്ടി നമ്മുടെയൊക്കെ ഒരു ക്രിസ്തുവിലുള്ളൊരു കൂടിച്ചേരലിന് ഇടയായി. എല്ലാവർക്കും നന്ദി. പ്രൈസ് ദി ലോർഡ്. സ്വതന്ത്രം കടന്നു വന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. നമുക്ക് ഫുഡൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ആ ഫുഡിന് വേണ്ടി നമ്മുടെ ഡോക്ടർ അനീഷ് ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, ഫുഡിന് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാവരും നമുക്ക് ടൈം 7 മണി വരെയാണ് ചർച്ചിന് അലൗഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ആ സമയത്തിനുള്ളിൽ നമുക്ക് ആ ഫുഡൊക്കെ കഴിച്ച് സന്തോഷപൂർവ്വം നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കാൻ സന്തോഷങ്ങൾ. തീർച്ചയായിട്ടും ഈ ഒരു അവസരം ഒരുക്കുകയും ചർച്ചിനെ ദൈവം അത് നടത്തുവാൻ ബലപ്പെടുത്തുകയും ചെയ്യില്ല. അതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. സിസ്റ്റർ പറഞ്ഞ ഒരു കാര്യം ഞാൻ പെട്ടെന്ന് ഓർമ്മയിൽ വന്നുകൊണ്ട് പറയുവാണ്. പാമ്പുകളുടെ നാട്ടിലേക്ക് പോകണോ എന്ന് ചോദിച്ചപ്പോൾ അനേക പാമ്പുകൾ ചുറ്റിയിരിക്കുന്നവരെ വിളിക്കുവാൻ ദൈവം വരുന്ന, അതുകൊണ്ട് നമ്മൾ സന്തോഷപൂർവ്വം നമുക്ക് പ്രാർത്ഥനയോട് അവരെ യാത്രയാക്കാം. ഹല്ലേലൂയ. ഡോക്ടർ പിതാവേ, ഞങ്ങൾക്ക് തന്ന ഈ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്ത എല്ലാ കർത്താവെ ഓർഗനൈസിങ്ങിനായി നന്ദി പറയുന്നു പിതാവേ. ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഭക്ഷണത്തിനായി നന്ദി കർത്താവെ. ഞങ്ങളിതിലൂടെ ഓർക്കുന്നത് കർത്താവെ സഹോദരങ്ങളൊക്കെ ഒത്തുകൂടുമ്പോൾ എത്ര സന്തോഷമാണെന്നും കർത്താവെ, ഇത് വലിയൊരു കൂട്ടായ്മയാവട്ടെ കർത്താവെ. അനേക ബന്ധങ്ങളെ ഉറപ്പിക്കുന്ന ഒരു ദിവസമാവട്ടെ കർത്താവ്. അതിൽ പങ്കെടുക്കുന്നവരൊക്കെ ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നിറയട്ടെ. ഞങ്ങൾക്ക് ഇനിയുള്ള ഇതുപോലുള്ള ഫെലോഷിപ്പുകൾ കർത്താവെ കണ്ടുമുട്ടുവാനും വരുവാനൊക്കെ ദൈവം. ഇതിനെല്ലാത്തിനെയും അവിടുത്തെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്ന ഭക്ഷണത്തെ അനുഗ്രഹിക്കുന്നു. കൂടെയുള്ള എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം ഞങ്ങൾക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. താങ്ക് യു. എല്ലാവർക്കും നമുക്ക് അവിടെ ഇരിക്കാം. നമുക്ക് അവിടെ ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും നമുക്ക് ആർക്കെങ്കിലും പേഴ്സണലി ഗിഫ്റ്റൊക്കെ കൊടുക്കാറുണ്ടെങ്കിൽ ഈ അവസരം വിനിയോഗിക്കാവുന്നതാണ്. ഫോട്ടോ ഒക്കെ എടുക്കുന്നവർക്ക് എടുക്കാം. പേഴ്സണലി ആ ഒരു സമയം കൂടെ നിങ്ങൾക്ക് വിനിയോഗിക്കാം.
കഴിഞ്ഞില്ലേ